കൽപ്പറ്റ നഗരസഭ ഇത്തവണ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുമുന്നണി. എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇത്തവണ എങ്ങനെയാണ് കൽപ്പറ്റ നഗരസഭ പിടിക്കാൻ ഇടതുമുന്നണി ഒരുങ്ങിയിരിക്കുന്നത്? കൽപ്പറ്റ നഗരസഭ ഈ പ്രാവശ്യം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ മുൻകൂട്ടി തന്നെ ഇടതുപക്ഷ കക്ഷികളാകെ ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുക്കുകയും അതിനനുസരിച്ച് UDFിൻ്റെ ഈ ജനവിരുദ്ധമായിട്ടുള്ള വികസന മുരടിപ്പിനെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതേസരം ഗ്രാമങ്ങളിൽ കൂടെ ഉള്ളിൽ കൂടിയുള്ള പദയാത്ര അടക്കമുള്ള വലിയ ക്യാമ്പയിൻ, അതോടൊപ്പം തന്നെ നഗരസഭയ്ക്ക് മുമ്പിലേക്ക് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള മാർച്ച് അടക്കമുള്ള വിവിധ സമരങ്ങൾ, അതോടൊപ്പം തന്നെ 30 വാർഡിൽ ബഹുഭൂരിപക്ഷം വാർഡുകളിലും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വികസന മുരടിപ്പിനും ഈ നഗരസഭയുടെ അഴിമതിക്കും കൊള്ളരുതായ്മക്കും എതിരായിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള ഐക്യത്തിലും കെട്ടുറപ്പിലുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത്. അതോടൊപ്പം തന്നെ വളരെ മെച്ചപ്പെട്ട പാനൽ അവതരിപ്പിക്കാൻ ഈ മുന്നണിക്ക് കഴിഞ്ഞു. ഇതെല്ലാം കൊണ്ടും ഈ പ്രാവശ്യത്തെ കൽപ്പറ്റയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ബഹുഭൂരിപക്ഷം വാർഡുകളിലും LDF ഈ തവണ ജയിച്ചു വരും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഷബാന 4ാം വാർഡിലല്ലേ മത്സരിക്കുന്നത്? ഷബാന ആദ്യമായിട്ടാണ് മത്സരം രംഗത്തുള്ളത്. എന്ത് പറയുന്നു ഈ ഒരു രംഗത്തേക്ക് വന്നപ്പോൾ? ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കരുതല്ലോ, നമ്മൾ മുൻപോട്ട് ഇറങ്ങണം. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരുടെ കൂടെ ഉണ്ടാവും. നല്ല വിജയപ്രതീക്ഷ ഉണ്ട്. കൽപ്പറ്റയിൽ ഒരു മാറ്റം വേണം. നമ്മളെ ഈ 2ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ പേര് സനൂഷ് എന്നാണ്. അപ്പോൾ പുളിയാർമല മണിയങ്കോട് റോഡാണ് ഈ 2ാം വാർഡിലെ ഏറ്റവും കിട്ടുന്ന ഫണ്ടൊക്കെ ചിലവാക്കുന്ന സാധനമാണ്. അപ്പോൾ നഗരസഭ അതിലേക്ക് തിരിഞ്ഞേ നോക്കുന്നില്ല. ഫുൾ കോറിക്കാർ എന്തെങ്കിലും വന്നാൽ കോറിക്കാരെ കൊണ്ട് ചെയ്യിക്കുക എന്നല്ലാതെ. അപ്പോൾ മാത്രമല്ല നഗരസഭേൻ്റെ ഫുൾ സ്വജനപക്ഷപാതവും അഴിമതിയും അവസാനിപ്പിച്ച് നമ്മളെ ഇത് വരണം തന്നെയാണ് ആഗ്രഹം. കൽപ്പറ്റ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ UDF ഭരിക്കാൻ തുടങ്ങി 2 ടേം ഇപ്പം അടുത്തടുത്ത് ഭരിക്കുന്നുണ്ട്. അതിൻ്റെ LDF ഗവൺമെൻറ് മുനിസിപ്പൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനേ സാധിച്ചിട്ടില്ല. അന്ന് നടപ്പിലാക്കിയ പദ്ധതികൾ മുഴുവനായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൽപ്പറ്റ നഗരസഭയിലെ ജനങ്ങളെല്ലാം തന്നെ വലിയ പ്രയാസത്തിലുമാണ്. അവരുടെ പ്രതീക്ഷ ഞങ്ങളോടൊപ്പം അവരുടെ എല്ലാം മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കൽപ്പറ്റയുടെ സമഗ്രമായ വികസനം, അതോടൊപ്പം തന്നെ എൻ്റെ വാർഡിനെ സംബന്ധിച്ചും ഇപ്പോൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് അന്ന് കൊണ്ടുവരാൻ ശ്രമിച്ച വികസനം ഇല്ലാതാക്കിയത് കഴിഞ്ഞ UDF ഭരണമാണ് എന്നാണ് പറഞ്ഞത്. അതെ, അത് ഒരു ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. പുതിയ പദ്ധതികളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ടൗൺ ഹാൾ പൊളിച്ചിട്ടിട്ട് 4.5 വർഷമായി, അത് നടപ്പിലാക്കിയിട്ടില്ല. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും ഹൃദയഭാഗത്താണ് പഴയ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. ഒരു 12 മണിയായി കഴിഞ്ഞാൽ മൂക്കുപൊത്താതെ അതിൽ കൂടെ നടക്കാൻ പറ്റില്ല, യാത്രക്കാർക്ക് നടക്കാൻ പറ്റില്ല. വണ്ടി വരുമ്പോൾ വിസർജിയാണ് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ്. റോഡുകളാണെങ്കിൽ മിക്കവാറും എല്ലാ വാർഡുകളിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. അത് നന്നാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. മറ്റ് സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനോ വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉള്ള സംവിധാനങ്ങളോ ഒന്നും അത്തരത്തിലേക്ക് മുനിസിപ്പാലിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളത് പ്രതീക്ഷയിലാണ്. മുനിസിപ്പാലിറ്റി ഞങ്ങളോടൊപ്പം ഉണ്ടാവും, LDFനൊപ്പം ഉണ്ടാവും ജനങ്ങൾ. കൽപ്പറ്റ നഗരസഭയിൽ വികസനം തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആ ഒരു പ്രതീക്ഷ കഴിഞ്ഞ 2 തവണ ഭരിച്ച UDF ഭരണസമിതി ഒന്നും തന്നെ ഒരു വികസനവും മറ്റ് നഗരസഭകളെ അപേക്ഷിച്ച് ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഏറെ വിജയപ്രതീക്ഷയിൽ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പോരാട്ടത്തിലാണ് ഇടതുമുന്നണി ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.